ഇന്നലെ നൈറ്റ് ഇവിടെ ചെറിയിൽ വന്നു, പരിപാടികളൊക്കെ കഴിഞ്ഞു, ഫുഡിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ അടിപൊളിയായിട്ട് കിടന്നുറങ്ങി. അത്യാവശ്യം നല്ല അടിപൊളി ക്ലൈമറ്റ് തന്നെയാണ്. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇന്ന് രാവിലെ ചെറുതായിട്ട് ഇന്ന് പ്ലാനിൽ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ നമസ്തേ ദീദി, ഇവിടെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് പോണതുണ്ട്. അപ്പോൾ ഇന്ന് പ്ലാനിൽ ചെറുതായിട്ടൊരു മാറ്റമുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കസോൾ സൈഡ് ആണ് ഇന്ന് പിടിക്കാൻ പോണത്. നമുക്ക് നാളെയാണ് മലാന എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. നാളെയാണ് അവനൊക്കെ ഫ്രീ ആവുള്ളൂ. നമ്മുടെ കൂട്ടുകാരന്മാർ രണ്ടുപേരും കൂടി ഉണ്ട്. അപ്പോൾ അവരൊക്കെ നാളെ ഫ്രീ ആവും. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ആ സമയത്ത് മലാന പോകാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇന്ന് കസോളിലേക്കാണ് പോക്ക്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മൾ നിലവിൽ ഇന്നലെ സ്റ്റേ അടിച്ചതെന്ന് പറയുന്നത് പാർവതി ഡ്രൈവ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിലാണ്. പ്രോപ്പർട്ടി ഫുള്ളായിട്ട് ചാലയായിട്ടില്ല. അതിൽ ഒരു 3 റൂമും തന്തൂർ റൂമും അങ്ങനെ കുറച്ച് ഫെസിലിറ്റി മാത്രമേ ചാലയായിട്ടുള്ളൂ. പണികളൊക്കെ ഇപ്പോൾ ഈ അടുത്ത് തന്നെ കഴിയും. അത് നമ്മളിവിടെ പുതിയൊരു ചെടിയും കൂടി കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പേര് ബാൻ. ഇതാണ് ബാൻ. ഇതതിൻ്റെ ഫ്രൂട്ടാണ് വരുന്നത്. ഏകദേശം ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഈ ഫ്രൂട്ടും ഏകദേശം ഇങ്ങനെയാണ് വരിക. ഫ്രൂട്ട് ഏറ്റവും കൂടുതൽ കരടിയാണ് കഴിക്കണമെന്ന് പറയുന്നത്. കരടി കേട്ടോ. എല്ലാവരും ഇങ്ങനെ കഥ കേട്ടോണ്ടിരിക്കുക. ഇറങ്ങാറായി. കസോളിലെ മലകളെ മണാലിയിലെ മലകളും വിട്ടിട്ട് ഒന്നും കൂടി സ്പെഷ്യലാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ സൈഡിൽ നിന്ന് തന്നെ അതിമനോഹരമായിട്ടുള്ള അതിമനോഹരമായ കസോളിൻ്റെ ഒരു വ്യൂ ഉണ്ട് കേട്ടോ. കസോൾ രാവിലെ തന്നെ നമുക്ക് കിട്ടിയത് കേട്ടോ. गुड़ होता है, पानी होता है, घी मिला के बनाते हैं इसको. वो स्वीट है, मीठा है. हाँ, मीठा है. അതിരാവിലെ ഉച്ചയ്ക്ക് 12 മണി ചെറിയത് നേരെ കസോൾക്കുള്ള പരിപാടി. അടിപൊളി വഴിയും കാര്യങ്ങളൊക്കെ ആട്ടോ. വഴിയൊക്കെ ഇതായിട്ട് വരണുള്ളൂ. ഭാവിയിലൂടെയൊക്കെ അടിപൊളി റോഡ് വരും. സോ നമ്മൾ മാക്സിമം ചെറിയുടെ ഉള്ളിലൂടെയുള്ള വ്യൂസ് എല്ലാം കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് റിയൽ വില്ലേജ് ജെറി. മലാനയുടെ തൊട്ട് അടുത്തെടുക്കുന്ന ഒരു വില്ലേജും കൂടി ഉണ്ടോ. ഇതാണ് റിയൽ ഹിമാചലി കൺസ്ട്രക്ഷൻ മോഡ്. മണ്ണ്, മരം, കല്ല്. ഇതിൻ്റെ കംപ്ലീറ്റ് സെറ്റപ്പും ഇങ്ങനെയായിരിക്കും. മാക്സിമം അവരുടെ റൂഫിങ് മൊത്തം കല്ല് വെച്ചിട്ട് തന്നെ ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തായിട്ട് അവിടെ ഒരു പ്രതിഷ്ഠയും ഒരു ചെറിയ ടെമ്പിളും ഉണ്ട്. ഭയങ്കര അടിപൊളിയാണ്. ഇതിൻ്റെ വഴിയും വില്ലേജും എല്ലാം ആൾക്കാരും എല്ലാം കൂടി നോക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഈ സൈഡ് നോക്കാൻ തന്നെ വില്ലേജേഴ്സൊക്കെ ഇങ്ങനെ സൺലൈറ്റ് പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നല്ല കാണാൻ ആംബിയൻസ് ഉള്ളൊരു സ്ഥലം കൂടിയാണിത്. എല്ലാ വീട്ടിലും ഓരോ പശു ഉണ്ടാവും. അങ്ങനെ ഇൻ ദ ലാസ്റ്റ് നമ്മൾ ജെറി വില്ലേജിലേക്ക് എൻ്റർ ചെയ്യണം. ഇവിടെ ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അടിയിൽ പോയിട്ട് നോക്കാം. ടെമ്പിളിൻ്റെ അടുത്തേക്കാണ് നമ്മൾ റീച്ച് ചെയ്തേക്കുന്നത്. എല്ലാവരും നമ്മളിവിടെ തന്നെ ഉണ്ട്. ജെറി വില്ലേജ് കേട്ടോ. എന്തോ ഒരു കോമൺ ആയിട്ടുള്ളൊരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. നമ്മൾ ജെറി വില്ലേജിലെത്തി. ഇതാണ് മെയിൻ ജെറി ടെമ്പിൾ വരുന്നത്. ഇവിടെ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ചോദിച്ചിട്ട് അവരതൊന്നും പറയുന്നില്ല കേട്ടോ. എല്ലാവരും എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിന്ന് രാവിലെ കഴിച്ച ആ സാധനം തന്നെയാണ് ഇത് മൊത്തം. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഇന്ന് രാവിലെ ദീദി ഈ പറഞ്ഞ ആ സ്വീറ്റ് ഡിഷൊക്കെ ആയിട്ട് വന്നപ്പോൾ നമുക്ക് മനസ്സിലായില്ല. പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ കാര്യം മനസ്സിലായി. ഇവിടെ ടെമ്പിളിൽ എന്തോ സ്പെഷ്യൽ പൂജ നടന്നു. അതിൻ്റെ പ്രസാദമായിരുന്നു അതൊക്കെ. ദോശ പോലെയുള്ള സാധനമാണ്, പക്ഷെ നല്ല മധുരമായിരുന്നു അതിനകത്ത്. റോഡ് അത്യാവശ്യം ട്രാഫിക്കാണ്. സോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ റഷും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളൊരു സൈഡൊക്കെ പിടിച്ച് ഇങ്ങനെ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളിപ്പോൾ നിലവിൽ 5 പേരുണ്ട്. ഇതാണ് കേട്ടോ ജെറി വില്ലേജ്. അടിയിൽ അടിപൊളിയായിട്ട് പാർവതി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. വ്യൂ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ മാരക വ്യൂ ആണെ പറയാനില്ല, മുട്ടാനില്ല. എന്തു ഭംഗിയാണെന്നറിയോ.
അശ്നമാക്കി ഇങ്ങനെ അടിച്ചെടുക്കണേ. അവിടെ പിള്ളേരിങ്ങനെ ഫ്രണ്ടിൽ പോകുന്നുണ്ടേ. ബസ് ലേറ്റ് ആവുമെന്ന് പറയണം. അപ്പോൾ നമ്മൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഒരു ചായ കുടിച്ചിട്ടാണ് ജെറിയിൽ നിന്ന് കസോൾക്ക് പോകുന്ന വഴി ഇങ്ങനെ ഒരു ചെറിയ കഫേ കിട്ടും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഈ കഫേയിലാണ്. ഉള്ളിൽ നോക്കുമ്പോൾ പാർവതിയുടെ ഒരു അടിപൊളി വ്യൂ കൂടി കാണാം കേട്ടോ. നൈസ് വ്യൂ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിൻ്റെ മേളിലൊക്കെ കൊണ്ടാണ് അവർ വീട് വെച്ചാണ്. എത്രയോ ഹൈറ്റിലാണെന്നറിയോ, സമ്മതിക്കണോട്ടോ അവരെ. അതുപോലെ തന്നെ ഇവിടെയായിട്ട് ഒരു ചെറിയ വീടുണ്ട്, കാണാൻ പറ്റാൻ വഴിയില്ല. അതിന് മാത്രം സൂമില്ല. ജെറിയിൽ നിന്ന് കസോളിലേക്കുള്ള യാത്രയിൽ കിട്ടിയൊരു വ്യൂ ആണ്. അടിപൊളി വ്യൂ ആണ്. എന്നാ ഭംഗിയാണെന്നറിയാം. നമ്മുടെ കണ്ണിനെ അട്രാക്റ്റീവ് ആക്കുന്ന എന്തൊക്കെയോ ഇതിനകത്തുണ്ട്. മൈൻഡ് കൊണ്ടും ലൈറ്റായിട്ട് അട്രാക്റ്റ് ആവുന്നുണ്ട് കേട്ടോ. നമുക്ക് കസോൾക്കുള്ള ബസ്സും കിട്ടി. നമ്മൾ കസോൾക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടി ഉണ്ട്. വഴി ഭയങ്കര മോശമാണ് കേട്ടോ. വഴി ഈ സമയത്ത് ഭയങ്കര മോശമാണ്. ഈ സ്ഥലം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മലാനി പോകാനായിട്ട്. ഇവിടെ വന്നിട്ട് വേണം അങ്ങോട്ട് പോകാനുള്ള ടാക്സീസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിലൊന്നും നടക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ റോഡും കാര്യങ്ങളൊന്നും ഇല്ല. അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കണേ ഉള്ളൂ. ഇതാണ് പ്രോപ്പർ ജെറി ടൗൺ. അങ്ങനെ നമ്മ ഏറ്റവും അവസാനം കസോൾ മാർക്കറ്റിലെത്തി. കസോൾ മാർക്കറ്റിൽ ചെറിയ ഷോപ്പിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നടക്കാനുള്ള പരിപാടിയാണ്. ബാക്കിയുള്ള വിശേഷം ഈ കട ഓർത്ത് വെച്ചോട്ടോ, സ്റ്റാഷ് പ്രോ എന്ന കട. ഇവിടെ പലതും കിട്ടും. എന്നെ കാണിക്കാനുള്ളത് ഇവിടുത്തെ വലിയൊരു വേറെ ലോകം. ഇവിടെ കസകളൊന്നും വേറൊരു സംഭവം കണ്ടുട്ടോ. പരിപ്പൊടി ഉണ്ട്, പരിപ്പോട. കിത്തനാക്കിയ 100 का प्लेट. प्लेट में कितना होता है? 2 पीस 100. 100 പരിപ്പോടെ ഉണ്ടായിരിക്കും. എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. സൗത്ത് ഇന്ത്യ സെറ്റപ്പ്. ഞങ്ങൾ ഇനി ഇത് കേക്ക് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ. 2 സ്പൂൺ എടുത്തോരോ എല്ലാത്തിനും കഴിക്കാം. ഇത് ചോക്ലേറ്റ് കേക്ക്, ക്രീം ചീസാണ്. ഏത് ക്രീം ചീസ്. ഈ കേക്ക് ഇത് മതി, അതെടുക്കാം. പിന്നെ ഇതൊക്കെ എന്തിട്ടാ കണ്ട തന്നെ നല്ല സാധനം. ചോക്ലേറ്റ് റംബോള്, വൈറ്റ്, കുറേ പരിപാടി ഉണ്ട്. ആപ്പിളിൻ്റെ, വാൾനട്ടിൻ്റെ, റാംസും, ലെമൺ കേക്ക്. അപ്പം അത്ര എടുത്താണ് ഐറ്റമാണ് ഇത്. ഇതിൻ്റെ പേരെന്തായിരുന്നു? ഏത്? സെയിൽ റൊട്ടി കേട്ടോ. നേപ്പാളി വൈറ്റ്. കസോൾ പറഞ്ഞു ഒരു ഫുഡിൻ്റെ കാര്യത്തിന് മേടിക്കുന്ന കേട്ടോ. കസോളിൻ്റെ ഉള്ളിൽ, ആ മാർക്കിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ചും കൂടെ ഫ്രണ്ടിൽ കിടക്കുമ്പോൾ തന്നെ ഉണ്ടോ. അതിനകത്ത് നമുക്ക് പിസ്സ, വട, ദോശ, ഇഡ്ഡലി. അതുകൂടാതെ നമ്മുടെ ഫേമസ് ഐറ്റം എന്താ പരിപ്പുവട, ഉഴുന്നുവട ഇരിക്കുന്നു. രണ്ടും ഉണ്ട് ഇവിടെ. പിന്നെ അവിടെയും കുറച്ച് ഐറ്റംസ് കിട്ടും കേട്ടോ. അപ്പോൾ ഫുഡിൻ്റെ സീൻ അവസാനിച്ചില്ലേ. വന്നു കേട്ടോ ചീസ് കേക്ക്. ചീസ് കേക്ക് എന്ന് പറയണം, എഴുതി മനസ്സിലായി. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട്? ഒന്നും തോന്നാത്ത ചീസ് കേക്കാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. എന്തോന്നു ആസാനം എന്തോ തോന്നി. ആസാനോ സൂപ്പറാണ്. കണ്ടോ, ആസാൻ സൂപ്പർ സാധനം എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. ഇനി ഈ ആസാൻ്റെ ഇതേക്കാം റിവ്യൂ ആണ്. റിവ്യൂ എങ്ങനെയുണ്ട്? പാട്ടിഫി പോരാ. ഓക്കെ. അപ്പോൾ ഇവിടെ നോട്ടയും ഇവിടെ വോട്ടുമാണ് നടന്നേക്കുന്നത്.
ഓക്കെ, ഇതൊന്നും അറിയാണ്ട് ചെക്കൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ചെറുതായിട്ട് കസോള് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ട്രൈ ചെയ്താണ്. അവിടുത്തെ ചീസ് കേക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ജർമ്മൻ ബേക്കറിയിൽ നിന്നൊരു ചീസ് കേക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കട. നമ്മുടെ ഇവിടുത്തെ ചീസ് കേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ട്രൈ ചെയ്യും. പറ എന്ത് ചീസ് കേക്ക് ഉണ്ട്. പെർഫെക്റ്റ് ആണോ? പക്ഷെ നല്ല വെറൈറ്റി ആയിട്ടൊന്നും. വാട്ട് ഈസ് ഇറ്റ്? ആൽമണ്ട് കുക്കി. സോ നമ്മൾ ആൽമണ്ടിൻ്റെ കുക്കിയുടെ ഇതൊന്ന് എടുത്തിട്ടുണ്ട്. ആൽമണ്ട് കുക്കി, ചീസ് കേക്ക് ഇവിടെ ഓർഡർ ഉണ്ട്. എല്ലാം കൂടെ ദൈവത്തിന് അറിയാം. ദൈവം അടുത്ത് ഓർഡർ ഉണ്ട്. എൻ്റെ കയ്യിൽ കൂടാണ്ടൊരു ചോക്ലേറ്റും ഉണ്ട്. ഏകദേശം മധുരം തിന്നാൻ വേണ്ടി മാത്രമായിട്ട് ഹിമാചലി വന്ന പോലെ കേട്ടോ. ഇന്നിപ്പോൾ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ടല്ലോ. എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല. അതും കൂടി തീരുമാനിച്ചിട്ട് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങാം. നമ്മൾ ചലാലിലേക്കുള്ള വേയിലാണ്. അപ്പോൾ ഈ വരുന്ന 14, 15, 16 തീയതി ഇതിനകത്ത് വാലന്റൈൻ 30 എന്ന് പറയണ ഒരു പാർട്ടി നടക്കുന്നുണ്ട്. ജോയിൻ ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ ഓൺ ദ വേയിൽ തന്നെ ഏതൊക്കെ പാർട്ടികളുണ്ടോ ആ പാർട്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ എക്സ്പോസ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. സലാലിൻ്റെ പ്രോപ്പർ എൻട്രിയിൽ നമുക്ക് ഇങ്ങനെ ഒരു ബെയിലി പാലം കിട്ടും കേട്ടോ. ഇത് മാക്സിമം കാറൊക്കെ പോകുന്ന ഒരു വഴി തന്നെയാണ്. സലാലിക്കുള്ള അടിപൊളി ഒരു ട്രക്കിംഗ് ആണ്. പാർവതിയൊക്കെ കണ്ടോ? പച്ചയല്ല നീലയല്ല, ഒരു പ്രത്യേക കളറാണ് പാർവതിയുടെ. അടുത്ത് നിന്ന് കാണിച്ചാലേ പാർവതി റിവർ അതിമനോഹരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പാർവതിയുടെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള വിഷ്വൽ കേട്ടോ. ചലാൽ ഭാഗത്തേക്കുള്ള ട്രക്കിങ്ങിൽ നിന്നാണ്. വെള്ളത്തിൻ്റെ കളറേ വീഡിയോയിൽ അത്രയും പ്രോപ്പറായിട്ട് കിട്ടുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊരു ആംബിയൻസ് തന്നെയാണ് സലാൽ. പാർവതി വെള്ളത്തിലുള്ള ട്രൈയിങ് ആണ് നടക്കണേ. വെള്ളത്തിന് എന്താ തണുപ്പുണ്ടെന്ന് ഇപ്പോൾ മെൻഷൻ ചെയ്ത് പറയും. എങ്ങനെയുണ്ട് ഉണ്ടോ? മരയ്ക്കോ? 1 മിനിറ്റ് കൈ കിട്ടുന്ന മരയ്ക്കോ? വലിയ സീനില്ല. സലാലിൻ്റെ വഴിയിലാണ് സലാൽ വില്ലേജിലൂടെ സലാലൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വന്നിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, നമുക്കിവിടെ കളിക്കാനായിട്ട് സലാൽ വില്ലേജിൽ ഒരു ഫുട്ബോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കളിക്കാരുത്തി ഭയങ്കര കളിക്കാരുത്തിയാണ്. സോ ഞങ്ങളൊരു കളിയിൽ ഏർപ്പെട്ടേക്കാണ്. ഞങ്ങളിപ്പോൾ സലാൽ വില്ലേജിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കണേ ശരിക്കും. ഓക്കെ, കേരളത്തിൽ നിന്നുള്ള ഫുള്ള് സ്കിൽഡായിട്ടുള്ള പിള്ളേരുടെ കാരണം ഫുട്ബോൾ കളിയിലാണ്. ടച്ച് അതന്നെ ഗംഭീര പ്ലെയറാണ് വന്നാണ്. ഹിമാചലിൽ നിന്നും കേരളത്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് അവിടെ അടി മിസ്സായി. ഓക്കെ, അതെങ്ങനെയുണ്ട്? ഒരു ലോക്കൽ സെറ്റപ്പും ഫുട്ബോൾ കളി ഭയങ്കര സംഭവം. എന്തായാലും അവൾക്ക് ഒരു തരത്തിലുള്ള ഇതില്ല. ഒരു ബോളൊക്കെ തന്നു നമ്മളോട് കളിക്കലും പരിപാടികളൊക്കെ ചെയ്യും. ഇവിടെ ഒരാൾ വേറെ ഏതൊരു കളി കളിക്കുന്നില്ല. ഇത് ക്രിക്കറ്റ്, ഇത് ഫുട്ബോള്. അങ്ങനെ ഞങ്ങൾ ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയും രണ്ടും കൂടി ഒരുമിച്ചാക്കി. ഏറ്റവും അവസാനം ക്രിക്കറ്റും ഫുട്ബോളും കൂടി നടക്കണ ഒരു സലാൽ വില്ലേജിലേക്കാണ് ഞങ്ങളെ കൊണ്ടുവരുന്നത്. ഇവിടെ ഫുട്ബോളും കളിക്കും ക്രിക്കറ്റും കളിക്കും. കൊള്ളാം. ഭാവിയിലെ ക്രിക്കറ്റ് ടീമിലുള്ള ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കാം നമുക്ക്.
അതെ, ഭാവിയിൽ ധോനിയാവാൻ ചാൻസ് ഉണ്ടാവട്ടെ. ഫുട്ബോൾ വെച്ചിട്ടാണ് ഉള്ള പ്രാക്ടീസിങ് തന്നെ. ബൈ 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 ബൈ. ഇവിടെ വീണ്ടും കളി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചലാലിൻ്റെ ബാക്കി ട്രക്കിംഗ് എടുക്കാൻ പോവാണ്. നമ്മളവിടെ പിള്ളേരോട് കുറച്ച് നേരം ക്രിക്കറ്റും ഫുട്ബോളും ഒരുമിച്ച് കളിച്ചിട്ട് ഞങ്ങൾ ചലാലിക്കൂടെ ബാക്കിയുള്ള ട്രക്കിങ് പിടിച്ചേക്കാൻ.